യോ ഗൈസ് വാട്സാപ്പ് ആനിമെ ഗെയിംസ് ഇഷ്ടമാണോ? മൊബൈലിൽ തന്നെ കൺസോൾ ലെവൽ എക്സ്പീരിയൻസ് കിട്ടിയാൽ എങ്ങനെയായിരിക്കും എന്ന് നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കൊറോണയ്ക്ക് ശേഷം ആനിമയ്ക്ക് കേരളത്തിൽ വളരെയധികം ഫാൻസ് ഉണ്ട്. ഒരു 100 പേരെ റാൻഡമായി എടുത്താൽ അതിൽ 70 പേരെങ്കിലും ആനിമെ കാണുന്നവരായിരിക്കും. അത്രമാത്രം ഫാൻ ബേസ് ആനിമെ കേരളത്തിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. 2026-ൽ മൊബൈൽ ഗെയിമിംഗ് നെക്സ്റ്റ് ലെവൽ എത്തിക്കഴിഞ്ഞു. ഇപ്പോൾ ഗ്രാഫിക്സ്, സ്റ്റോറി, ഗെയിം പ്ലേ എല്ലാം കൂടി നിങ്ങൾക്ക് ഒരു കംപ്ലീറ്റ് ആനിമെ എക്സ്പീരിയൻസ് തന്നെ നൽകുന്ന ഗെയിംസ് പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഇപ്പോൾ കളിക്കാൻ പറ്റുന്ന ടോപ്പ് 10 ആനിമെ മൊബൈൽ ഗെയിംസ് ആണ്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കണ്ടോളൂ. കാരണം നമ്പർ 1 ഗെയിം എസ്പെഷ്യലി വൺ പീസ് ഫാൻസിന് മിസ് ചെയ്യാൻ പറ്റാത്തതാണ്. സോ വിതൗട്ട് വേസ്റ്റിംഗ് ടൈം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമ്പർ 10-ൽ വരുന്നത് സ്വാർഡ് ആർട്ട് ഓൺലൈൻ ഇൻ്റഗ്രൽ ഫാക്ടറാണ്. സ്വാർഡ് ആർട്ട് ഓൺലൈൻ ആനിമെ കണ്ടവർക്ക് ഈ ഗെയിം ഒരുപാട് സ്പെഷ്യൽ ആയിരിക്കും. കാരണം ഇവിടെ നിങ്ങൾ സ്റ്റോറി ഫോളോ ചെയ്യുന്നില്ല, നിങ്ങൾ തന്നെയാണ് സ്റ്റോറിയിലെ മെയിൻ ക്യാരക്ടർ. എയിൻക്രാഡ് എന്ന വെർച്വൽ വേൾഡിൽ ട്രാപ്ഡ് ആയ പ്ലെയറായി നിങ്ങൾ സർവൈവ് ചെയ്യണം. ഓരോ ഫ്ലോർ ക്ലിയർ ചെയ്ത് ബോസ് ഫൈറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആനിമെ ഫീൽ ഫുള്ളായി കിട്ടും. കോമ്പാറ്റ് സിസ്റ്റം സിമ്പിൾ ആണെങ്കിലും സ്മൂത്ത് ആണ്. കൂടാതെ നിങ്ങൾക്കൊരു പാർട്ട്ണർ ക്യാരക്ടർ ഉണ്ട്, അത് ഗെയിം പ്ലേ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആക്കുന്നു. ആനിമെ ലവേഴ്സിന് ഇമ്മൻസീവ് എക്സ്പീരിയൻസ് വേണമെങ്കിൽ ഇത് നല്ല സ്റ്റാർട്ടിംഗ് ഗെയിമാണ്. നമ്പർ 9-ലുള്ള ഗെയിമാണ് നറൂട്ടോ അൾട്ടിമേറ്റ് നിഞ്ച സ്റ്റോപ്പ്. നറൂട്ടോ ഫാൻസിന് ഈ ഗെയിം ലിറ്ററലി ഡ്രീം കം ട്രൂ ആണ്. കാരണം ഇത് സാധാരണ മൊബൈൽ ഗെയിം അല്ല, കൺസോൾ ലെവൽ എക്സ്പീരിയൻസ് ആണ്. നറൂട്ടോയുടെ എൻ്റയർ സ്റ്റോറി മോഡ് നിങ്ങൾക്ക് പ്ലേ ചെയ്യാൻ സാധിക്കും. നറൂട്ടോ, സാസുകെ, കക്കാഷി എല്ലാ ഐക്കോണിക് ഫൈറ്റ്സും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. കോമ്പാറ്റ് സിസ്റ്റം വളരെ ഫാസ്റ്റും സിനിമാറ്റിക്കുമാണ്. ഓരോ ജുറ്റ്സു യൂസ് ചെയ്യുമ്പോഴും ആനിമേഷൻ തീ. ഇഫ് യു ലവ് നിഞ്ച ബാറ്റിൽസ് ഈ ഗെയിം നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. നമ്പർ 8 ഡ്രാഗൺ ബോൾ ഇസഡ് ഡോക്കൻ ബാറ്റിൽ. ഇതൊരു ക്ലാസിക് ആനിമെ മൊബൈൽ ഗെയിമാണ്. വർഷങ്ങളായി പ്ലേയേഴ്സ് കളിക്കുന്ന ഗെയിമാണ്. ഗെയിം പ്ലേ നോക്കുമ്പോൾ പസിൽ പ്ലസ് RPG മിക്സ് ആണ്. ഓർബ്സ് മാച്ച് ചെയ്ത് അറ്റാക്ക് ചെയ്യേണ്ടതാണ്. സിമ്പിളായ ഗെയിം പ്ലേ ആയാലും ഗോക്കു ട്രാൻസ്ഫോർമേഷൻസ്, സൂപ്പർ അറ്റാക്സ്, ആനിമേഷൻസ് എല്ലാം ചേർന്ന് ഗെയിം വളരെ അഡിക്റ്റീവ് ആക്കുന്നു. കാഷ്വൽ ഗെയിമിങ്ങിന് പെർഫെക്റ്റ് ചോയ്സ് ആണ് ഡ്രാഗൺ ബോൾ ഇസഡ് ഡോക്കൻ ബാറ്റിൽ. നമ്പർ 7 ജുറ്റ്സു കെയ്സൻ ഫാൻഡം പരേഡ്. ജുറ്റ്സു കെയ്സൻ ഇപ്പോൾ ട്രെൻഡിങ് ആനിമയാണ്, അതുകൊണ്ട് തന്നെ ഈ ഗെയിമിനും വലിയ ഹൈപ്പുണ്ട്. ഇറ്റാഡോറി, ഗോജോ പോലുള്ള ക്യാരക്ടേഴ്സ് പ്ലേ ചെയ്യാൻ പറ്റും. ടേൺ ബേസ്ഡ് കോമ്പാറ്റ് സിസ്റ്റമാണ്, പക്ഷേ ആനിമേഷൻസ് വളരെ സ്റ്റൈലിഷ് ആണ്. ഗെയിം സ്റ്റോറി ആനിമേനേക്കാൾ കൂടുതൽ എക്സ്പാൻഡ് ചെയ്തതാണ്, അതുകൊണ്ട് ഫാൻസിന് എക്സ്ട്രാ കണ്ടന്റ് കിട്ടും. സ്ട്രാറ്റജി പ്ലസ് ആനിമെ കോംബോ ഇഷ്ടമാണെങ്കിൽ ഇത് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഇഷ്ടപ്പെടും. നമ്പർ 6 ബ്ലീച്ച് ബ്രേവ് സോൾസ്. ഓൾഡ് ഗെയിം ആയാലും ഇന്നും സ്ട്രോങ് ആയി നിൽക്കുന്ന ഗെയിമാണിത്. ഫാസ്റ്റ് പേസ്ഡ് ഹാക്ക് ആൻഡ് സ്ലാഷ് കോമ്പാക്റ്റ് ആണ് പ്രധാന ഹൈലൈറ്റ്. ഇച്ചിഗോയുടെ ട്രാൻസ്ഫോർമേഷൻസ്, ബാങ്കായ് മൊമെൻറ്റ്സ് എല്ലാം സൂപ്പറായി ഫീൽ ചെയ്യും. PvP മോഡും OP മോഡും ഉള്ളതിനാൽ ലോങ് ടേം കളിക്കാൻ പറ്റുന്ന ഗെയിമാണ്. ബ്ലീച്ച് ഫാൻസിന് ഇത് മസ്റ്റ് പ്ലേ ആണ്. നമ്പർ 5 സോളോ ലെവലിംഗ് അറൈസ്. ഈ ഗെയിം റീസെൻ്റ് ആയിട്ടാണ് വന്നത്, പക്ഷേ ഓൾറെഡി ഹ്യൂജ് പോപ്പുലാരിറ്റി നേടി. സങ് ജിൻവോ ആയി നിങ്ങൾ പ്ലേ ചെയ്യുന്നു. വീക്ക് ഹണ്ടറിൽ നിന്ന് സ്ട്രോങ്ങസ്റ്റ് ആയി ഗ്രോ ചെയ്യുന്ന ജേണി. ഷാഡോ ആർമി സമോൺ ചെയ്യുന്നത്, ബോസ് ഫൈറ്റ്സ്, ലെവലിംഗ് സിസ്റ്റം എല്ലാം നെക്സ്റ്റ് ലെവലാണ്. ഗ്രാഫിക്സും കോമ്പാറ്റും വളരെ സ്മൂത്ത് ആണ്. സീരിയസ്ലി പറഞ്ഞാൽ കൺസോൾ ക്വാളിറ്റി ഫീൽ തരുന്ന ഗെയിമാണ്. നമ്പർ 4 വുദറിംഗ് വേവ്സ്. ഇതൊരു പവർഫുൾ ഓപ്പൺ വേൾഡ് ആനിമെ ഗെയിമാണ്. ഗൻഷിൻ ഇമ്പാക്റ്റിൻ്റെ ബിഗ്ഗസ്റ്റ് കോമ്പറ്റീറ്റർ എന്ന് പറയാം. എക്സ്പ്ലോറേഷൻ, ഫാസ്റ്റ് കോമ്പാറ്റ്, സ്മൂത്ത് മൂവ്മെൻറ്റ് എല്ലാം കമ്പൈൻ ചെയ്തതാണ്. വേൾഡ് ഡിസൈൻ വളരെ ഡീറ്റെയിൽഡ് ആണ്. ക്യാരക്ടർ ഡിസൈൻ സൂപ്പറാണ്. ഓപ്പൺ വേൾഡ് ഗെയിംസ് ഇഷ്ടമുള്ളവർക്ക് ഇത് മസ്റ്റ് ട്രൈ ആണ്. നമ്പർ 3 ദി 7 ഡെഡ്ലി സിൻസ് ഒറിജിൻ. ഈ ഗെയിം ഫുൾ റിലീസ് ആയാൽ ഗെയിമിംഗ് ഇൻഡസ്ട്രി ഷേക്ക് ചെയ്യുമെന്ന് പറയാം. മെലിയോദാസ്, ബാൻ എല്ലാവരെയും പ്ലേ ചെയ്യാൻ പറ്റും. ഓപ്പൺ വേൾഡ് ആനിമെ RPG ആണ്. ഹൈ എൻഡ് ഗ്രാഫിക്സ്, ഡീപ്പ് സ്റ്റോറി. ഫ്യൂച്ചറിൽ ബിഗ്ഗസ്റ്റ് ആനിമെ ഗെയിം ആകാൻ ചാൻസ് ഉണ്ട്. നമ്പർ 2 ഗെൻഷിൻ ഇമ്പാക്ട്. ഈ ഗെയിം ഓൾറെഡി വേൾഡ് ഫേമസ് ആണ്. ഹ്യൂജ് ഓപ്പൺ വേൾഡ്, ബ്യൂട്ടിഫുൾ ഗ്രാഫിക്സ്, എലമെൻ്റൽ കോമ്പാറ്റ് സിസ്റ്റം എല്ലാം പെർഫെക്റ്റ് കോമ്പിനേഷൻ. റെഗുലർ അപ്ഡേറ്റ്സ് കൊണ്ട് ഗെയിം ഓൾവേസ് ഫ്രഷ് ആണ്. ആനിമെ സ്റ്റൈൽ ഗെയിംസ് പറഞ്ഞാൽ
ഗെൻഷൻ ഇമ്പാക്ട് ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല. ആൻഡ് ഫൈനലി നമ്പർ 1, വൺ പീസ് ബൗണ്ടി റഷ്. വൺ പീസ് ഫാൻസിന് ഇത് ബെസ്റ്റ് മൊബൈൽ ഗെയിമാണ്. റിയൽ ടൈം മൾട്ടിപ്ലെയർ ബാറ്റിൽസ് ആണ് ഹൈലൈറ്റ്. ടീമായി കളിച്ച് ട്രഷർ ക്യാപ്ചർ ചെയ്യണം. ലൂഫി, സോറോ, ഷാങ്ക്സ് പോലുള്ള ക്യാരക്ടേഴ്സ് ഉപയോഗിച്ച് ഫൈറ്റ് ചെയ്യാം. ഫാസ്റ്റ് പേസ്ഡ് ഗെയിം പ്ലേ പ്ലസ് കോമ്പറ്റേറ്റീവ് മാച്ചസ്. ഇത് സീരിയസ്ലി അഡിക്റ്റീവ് ആണ്. ഫൺ, ആക്ഷൻ, സ്ട്രാറ്റജി എല്ലാം ഒരുമിച്ച് കിട്ടുന്ന ഗെയിമാണിത്. ഇവയാണ് 2026 ടോപ്പ് 10 ആനിമെ മൊബൈൽ ഗെയിംസ്. ഇവയിൽ നിങ്ങൾ ഓൾറെഡി കളിക്കുന്ന ഗെയിം ഏതാണ്? കമൻറ്റ് ചെയ്യൂ ഗൈസ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആൻഡ് എൻ്റെ ചാനലിലുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ പോയി ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ആൻഡ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇനി ഇങ്ങനത്തെ ആനിമെ റിലേറ്റഡ് ഗെയിമിംഗ് വീഡിയോസ് വേണമെങ്കിൽ പറഞ്ഞോളൂ ഗൈസ്. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ. 自分のものみてえにサスケの名を口にするんじゃねえ。